നമ്മളിൽ പലർക്കും ഒറ്റയൊരു പ്രവൃത്തിയിൽ ഒറ്റയൊരു ആലോചനയിൽ എടുത്തുചാടി പല ധീരമായ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഈ മനുഷ്യനെ പോലെ നമുക്ക് സമയം ധാരാളം ഉണ്ട് ചിന്തിക്കാൻ. എങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു തെറ്റായ തീരുമാനം എടുക്കും, നമ്മൾ പരാജയപ്പെടും. നമ്മുടെ ധീരത കാണിക്കേണ്ട നിമിഷത്തിൽ നമ്മുടെ ജീവനെ നിലനിർത്താനായിട്ടായിരിക്കും ചിന്തിക്കുക. ഒപ്പം നമ്മൾ സ്വാർത്ഥനാകാനായിട്ടായിരിക്കും ചിന്തിക്കുക. The merit of his deed is that it was an act of physical courage. ഈ ഫോർമിഡബിൾ എന്ന ഷിപ്പ് ഇറക്കിന്റെ സമയത്ത്, കപ്പൽ തകർച്ചയുടെ സമയത്ത്, ആ ധീരനായ സൈനികൻ തന്റെ സുഹൃത്തിനോട് ചെയ്ത തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തിയ മഹത്തായ പ്രവൃത്തി, ഇത് തീർച്ചയായിട്ടും ശാരീരിക ധൈര്യത്തിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഹയർ ക്വാളിറ്റി, ശാരീരിക ധൈര്യത്തെക്കാൾ കുറച്ചുകൂടി ഉയർന്നൊരു ഗുണമേന്മ, ഒരു മനുഷ്യനിലുണ്ട്. അത് മോറൽ കറേജാണ്, ധാർമ്മിക ധൈര്യമാണ്. ആ ധാർമ്മിക ധൈര്യത്തെ അടിസ്ഥാനപ്പെടുത്തി അയാളിൽ രൂപപ്പെട്ട ശാരീരിക ധൈര്യമാണ് അയാളുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്നതിൽ പ്രശ്നമില്ല എന്ന് അയാളെ കൊണ്ട് ചിന്തിപ്പിച്ചത്. നോർ ബിക്കോസ് എ മാൻ ഫെയിൽസ് ഇൻ ഗ്രേറ്റ് മൊമെന്റ് ഈസ് ഹി നെസസറിലി ഓൾ എ കവാർഡ്. ഇനി വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഇതൊക്കെ പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെ ഒരു മഹത്തരമായ നിമിഷം നമ്മുടെ മുൻപിൽ വന്ന് വീണ് കിട്ടിയിട്ട് അവിടെ ഉചിതമായ മാനവരാശിക്ക് ഗുണകരമായ എന്നെന്നും അഭിമാനിക്കാൻ പറ്റുന്ന തീരുമാനമെടുക്കുന്നതിൽ ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ തീർത്തും ഒരു ഭീരുവാകണം എന്ന് നിർബന്ധമില്ല എന്നുകൂടി A.G. Gardiner നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. Mark Twain was once talking to a friend of mine on the subject of courage in men. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളോട് മാർക്ക് ട്വൈൻ ഒരിക്കൽ സംസാരിക്കുകയായിരുന്നു. ഒരു മനുഷ്യനിലെ മാർക്ക് ട്വൈൻ നമുക്കറിയാം, പ്രശസ്ത അമേരിക്കൻ ബാലസാഹിത്യ രചനയിലെ അമേരിക്കയിലെ ബെസ്റ്റ് സെല്ലർ ബുക്ക് ടോം സോയറിനെയും ഹക്കിൾബറി ഫിന്നിനെയും പോലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് പേരെടുത്ത മഹാനായ എഴുത്തുകാരനാണ്. അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ മനുഷ്യന്റെ ധൈര്യതയെക്കുറിച്ച് പറയുമ്പോൾ and spoke of a man whose name is associated with a book that has become a classic. ഒരു ക്ലാസിക് പുസ്തകമായ മാറിയ ഒരു കഥാപാത്രമുണ്ട്. അതിലെ ആ പുസ്തകത്തിലെ കഥാപാത്രമായ ആ മനുഷ്യനെ കുറിച്ച്, അയാളുടെ ധൈര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന നേരത്ത് ഇങ്ങനെ പറഞ്ഞു, I knew him well. എനിക്ക് അയാളെ നന്നായിട്ട് അറിയാം. He said, മാർക്ക് ട്വൈൻ പറഞ്ഞു, and I knew him as a brave man. ഞാൻ അറിയുന്നത് അയാൾ ഒരു ധീരനായിട്ടാണ്. പക്ഷേ he once did the most cowardly thing. ഏറ്റവും ഭീരുത്വം നിറഞ്ഞ ഒരു പ്രവൃത്തി അയാൾ ചെയ്തു. I have ever heard of any man. ഏതൊരു മനുഷ്യരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രവൃത്തി. He was in a shipwreck. ഒരു കപ്പൽ തകർച്ചയുടെ ഘട്ടത്തിൽ അയാൾ എത്തി. And as the ship was going down, കപ്പൽ അതാ താഴേക്ക് മുങ്ങിപ്പോവുകയാണ്. He snatched the lifeboat from a woman passenger and put it on himself. ഒരു സ്ത്രീ യാത്രക്കാരിയുടെ ലൈഫ് ബെൽറ്റ് തട്ടിയെടുത്തിട്ട് സ്വയം ധരിച്ചു ആ മനുഷ്യൻ. He was saved. അയാൾ രക്ഷപ്പെട്ടു. And she was drowned. അയാളുടെ ആ മര്യാദഘട്ട പെരുമാറ്റം കൊണ്ട് ആ സ്ത്രീ മുങ്ങി മരിച്ചു. And in spite of that frightful act, I think he was not a coward. ഇങ്ങനെ ഒരു പേടിച്ചരണ്ട ഒരു നാണക്കേടുള്ള പ്രവൃത്തി ചെയ്തതിന് ശേഷവും ഞാൻ കരുതുന്നില്ല അയാൾ ഭീരുവാണെന്ന്. കാരണം I know there was not a day of his life, അയാളുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല, ആഫ്റ്റർവേർഡ്സ് തുടർന്ന് അങ്ങോട്ട്, when he would not willingly and in cold blood have given his life to recall that shameful act. അയാള് ആ നാണം കെട്ട പ്രവൃത്തി ചെയ്തതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാത്ത, ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എന്നതിന് ശേഷം എന്ന് പറയാം. ഇനി in this case the failure was not in moral courage. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അയാൾക്കുണ്ടായ പരാജയം മോറൽ കറേജിന്റെ പരാജയമാണോ? അല്ല, ബട്ട് ഇൻ ഫിസിക്കൽ കറേജ്. പിന്നെയോ ശാരീരികമായ ധൈര്യത്തിന്റെ പരാജയം തന്നെയായിരുന്നു. ഇനി he was demoralized by the peril and the physical coward came uppermost. അതായത് ഇവിടെ മുകളിലെത്തിയത് എന്താണ്? ആ സന്ദർഭത്തിൽ അയാൾ ധാർമ്മിക തകർച്ച നേരിട്ടത് എന്തുകൊണ്ടാണ്? ബൈ ദ പേരിൽ ആ കപ്പൽ തകർച്ചയുണ്ടാക്കിയ ആ ഹാനി ഭയവും ആൻഡ് ദ ഫിസിക്കൽ കവേർഡ്, ശാരീരികമായി ഉള്ള ധൈര്യക്കുറവും, ഇത് രണ്ടുമാണ് അയാളുടെ മുകളിൽ ഉയർന്ന് പ്രവർത്തിച്ചത്. ഇഫ് ഹി ഹാഡ് ടൈം ടു റിക്കവർ ഹിസ് മോറൽ ബാലൻസ്, പക്ഷെ ആ പെട്ടെന്നുള്ള നിമിഷത്തിൽ അയാൾക്ക് അയാളുടെ ധാർമ്മികമായ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഹി വുഡ് ഹാവ് ഡൈഡ് ആൻ ഓണറബിൾ ഡെത്ത്, അയാൾ വളരെ മാന്യമായ മരണം തെരഞ്ഞെടുക്കുമായിരുന്നു. It is no common thing for a man to have in him
ദ എലമെന്റ്സ് ബോത്ത് ഓഫ് ദ ഹീറോ ആൻഡ് ദ കവേർഡ്. ഒരു മനുഷ്യനിൽ നായകന്റെയും ഭീരുവിന്റെയും ഘടകങ്ങൾ ഉണ്ടാവുക എന്നത് അസാധാരണമായ കാര്യമല്ല. You remember that delightful remark of Mrs. Disraeli, one of the most characteristic of the many kind saying attributed to that strange woman. ആ സ്ത്രീ വിചിത്രമായ പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഡിസ്രേലി എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഡിസ്രേലിയുടെ ഭാര്യ, അവർ പറഞ്ഞൊരു പരാമർശമുണ്ട് തന്റെ ഭർത്താവിനെ പറ്റി. ഭർത്താവിനെ അവർ സ്നേഹപൂർവ്വം ഡിസി എന്ന് വിളിക്കുന്നു. ഡിസി, ഷീ സെഡ്, ഹാസ് വണ്ടർഫുൾ മോറൽ കറേജ്. എന്റെ ഡിസിക്ക് മനോഹരമായ ധാർമ്മിക ധൈര്യമുണ്ട്. അതിശയിച്ചു പോവും അദ്ദേഹത്തിന്റെ ധാർമ്മിക ധൈര്യം കണ്ട. ബട്ട് നോ ഫിസിക്കൽ കറേജ്. പക്ഷേ ശാരീരിക ധൈര്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സീറോയാണ്, അവൾ പറഞ്ഞു. അദ്ദേഹത്തിന് അത്ഭുതകരമായ ധാർമ്മിക ധൈര്യമുണ്ട്, പക്ഷേ ശാരീരിക ധൈര്യം ഇല്ല. ബെഞ്ചമിൻ ഡിസ്രേലിയുടെ ഭാര്യ ഡിസി എന്ന് പറയും തന്റെ പ്രിയ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഐ ഓൾവേസ് ഹാവ് ടു പുൾ ദ സ്ട്രിങ് ഓഫ് ഹിസ് ഷവർ ബാത്ത്. അദ്ദേഹം കുളിക്കാൻ കയറുമ്പോൾ ഷവർ ബാത്തിന്റെ ചരട് പിടിച്ചു വലിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പേടിയാണ്. ആ കോൾഡ് ഷോക്ക്, തണുത്ത വെള്ളത്തിന്റെ കോൾഡ് ഷോക്ക് ദേഹത്ത് തൊടാൻ അദ്ദേഹത്തിന് വലിയ പേടിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അഭിപ്രായപ്പെടും. It was a capital illustration of that conflict of the coward and the brave man that take place in most of us. നമ്മളിൽ എല്ലാവരിലും ഒരു കവേർഡുമുണ്ട്, ബ്രേവ് മാനുമുണ്ട്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒരു വലിയ വടംവലി നടക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് നമ്മളിലും ബഹുഭൂരിപക്ഷം പേരും. ഡിസീസ് മോറൽ കറേജ് കാരിഡ് ഹിം ടു ദ ബാത്ത്. ഡിസിയുടെ മോറൽ കറേജ് ആണ് അദ്ദേഹത്തെ കുളിക്കാൻ, ഇത്ര തണുപ്പുള്ളതാണ്, തനിക്ക് പറ്റാത്ത കാര്യമാണ്, എന്നിട്ട് കൂടി അദ്ദേഹം ബാത്തിന് വരെ എത്തിച്ചതാണ്. പക്ഷേ ഹിസ് ഫിസിക്കൽ കറേജ് ഫെയിൽഡ്. പക്ഷേ അവിടെ വെച്ച് അയാളുടെ ശാരീരികമായ ധൈര്യം പരാജയപ്പെടുത്തുകയാണ് അയാൾ. ഹി കുഡ് നോട്ട് പുൾ ദ സ്ട്രിങ് ദാറ്റ് അഡ്മിനിസ്ട്രേഡ് ദ കോൾഡ് ഷോക്ക്. ആ കോൾഡ് ഷോക്ക് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പകർന്നു തരുന്ന ആ ചരടിന്റെ വലി, അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദ ബാത്റൂം ഈസ് റിച്ച് ഇൻ സച്ച് സീക്രട്സ് ആൻഡ് ലൈഫ് ടീംസ് വിത്ത് ദം. ആ ബാത്റൂമിൽ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ, ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. ദ ട്രൂ ഹീറോ ഈസ് ഹി ഹൂ യുണൈറ്റ്സ് ദ ട്രൂ ക്വാളിറ്റീസ്. യഥാർത്ഥ നായകൻ ആരാണ്? ഈ രണ്ട്, ധാർമ്മികതയും ശാരീരിക ധൈര്യവും രണ്ടും ഒത്തുചേരുന്നയാളാണ്, രണ്ടും യുണൈറ്റ് ചെയ്യുന്ന ആളാണ്. ദ ഫിസിക്കൽ എലമെന്റ് ഈസ് ദ മോർ പ്ലെന്റിഫുൾ. പിന്നെ ഫിസിക്കൽ എലമെന്റ് അത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ മോറൽ കറേജ് കാണുക എന്ന് പറയുന്നത് റെയറാണ്. ഫോർ വൺ മാൻ ഹു വിൽ കൗണ്ട് ദ കോസ്റ്റ് ഓഫ് സാക്രിഫൈസ് ആൻഡ് ഹാവിംഗ് കൗണ്ടഡ് ഇറ്റ് പേ ദ പ്രൈസ് വിത്ത് അൺഫോൾട്ടഡ് ഹെർട്ട്. അതുപോലെ തന്നെ മറ്റൊരു പറയട്ടെ, അതായത് തൻ്റെ ജീവൻ ബലിയർപ്പിക്കുക എന്നതാണ് പ്രധാനം എന്ന് കരുതുന്ന ആളുണ്ട്. ഹാവിംഗ് കൗണ്ടഡ് ഇറ്റ് പേ ദ പ്രൈസ് വിത്ത് അൺഫോൾട്ടറിങ്. അത് പക്ഷെ അതിന് വില നൽകേണ്ടത് ചഞ്ചലമല്ലാത്ത ഒരു ഹൃദയത്തോടുകൂടിയാണ്. There are many who will answer the sudden call to meet peril with swift defiance. പെട്ടെന്നുള്ള എടുത്തുയാട്ടത്തിലും നിഷേധത്തിലും ഒരുപക്ഷെ ഒരു ഭീകരഹാനിയെയോ അപകടത്തെയോ ിലേക്കോ എടുത്തു ചാടി കൃത്യമായി പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ സമയം കിട്ടുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്യണമെന്നില്ല, ആലോചിച്ച്. ദ കറേജ് ദാറ്റ് സ്നാച്ചസ് എ കോമറേഡ് ഫ്രം അണ്ടർ ദ ഗൺസ് ഓഫ് എനിമി. ശത്രുവിന്റെ തോക്കിൻ മുനയിൽ നിന്നൊരു സുഹൃത്തിനെ തട്ടിയെടുത്ത് രക്ഷപ്പെടാനുള്ള ധൈര്യം. ഓർ എ ചൈൽഡ് ഫ്രം ദ ഫ്ലെയിംസ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ധൈര്യം. ഈസ് ഹാപ്പിലി നോട്ട് അൺകോമൺ. അത് സന്തോഷമുളവാക്കുന്ന ഒരു, സന്തോഷത്തോടെ ആരും ചെയ്യുന്നതാണ്, അതത്ര അസാധാരണമൊന്നുമല്ല എന്ന് പറയട്ടെ. ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ആൻ ഇമ്പൾസ് ദാറ്റ് ടേക്സ് men out of themselves. മനുഷ്യർക്ക് സ്വയം പ്രചോദിതരായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ആൻഡ് ബൈ എ സർട്ടൻ സ്പിരിറ്റ് ഓഫ് ചലഞ്ച് ടു ഫേറ്റ്. വിധിയോട് വെല്ലുവിളിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്പിരിറ്റ് ഉണ്ടല്ലോ. ദാറ്റ് എവരിവൺ വിത്ത് എ സ്പോർട്ടിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ലവ്സ് ടു ടേക്ക്. ഒരു സ്പോർട്ടിംഗ് ഇൻസ്റ്റിങ്ക്റ്റിലൂടെ ഏതൊരാളും ഏറ്റെടുക്കാൻ കഴിയുന്ന, തയ്യാറാകുന്ന ഒരു കാര്യമാണ് എന്ന് പറയാം. കാരണം അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ഒരു വിധിയുടെ പെട്ടെന്നുള്ള ഒരു പ്രേരണയിൽ, ഒരു പ്രത്യേക അപകടാവസ്ഥയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തു ചാടുന്ന പ്രവൃത്തി, അതൊരു വിധിയെ വെല്ലുവിളിക്കുന്ന പ്രത്യേക മത്സരബുദ്ധിയും മനുഷ്യരിൽ സ്വതസിദ്ധമായി ഉറങ്ങിക്കിടക്കുന്ന പ്രചോദനവുമാണ് പറയുന്നത്. പക്ഷേ ബട്ട് ദ ആക്ട് ഓഫ് ദി സെയിലർ ഓഫ് ദ ഫോർമിഡബിൾ ഷിപ്പ് വാസ് എ മച്ച് ബിഗർ തിങ്. പക്ഷേ ഫോർമിഡബിൾ എന്ന കപ്പലിൽ നാവികൻ ചെയ്ത പ്രവൃത്തി വളരെ വലിയ കാര്യമായിരുന്നു. ഹിയർ വാസ് നോ ത്രിൽ ഓഫ് ഗാലൻട്രി ആൻഡ് നോ സ്പോർട്ടിംഗ് റിസ്ക്. അവിടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിന്റെ ആ
കായിക മത്സരത്തിന്റെ ഒരു സ്പോർട്സ്മാൻഷിപ്പിന്റെ ഒരു അധീരത അവിടെ കാണാൻ കഴിയുന്നില്ല, ത്രില്ല് അവിടെ കാണാൻ കഴിയുന്നില്ല. ഹി ഡെൽറ്റ് ഇൻ കോൾഡ് സർട്ടനിറ്റീസ്. വളരെ യാഥാർത്ഥ്യമായി ചിന്തനീയമായ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി തണുപ്പനായി കാണേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് അയാൾ അത് കൈകാര്യം ചെയ്തത്. ദ ബോട്ട് ആൻഡ് ദ സേഫ്റ്റി, ഒരു വശത്ത് ബോട്ടും സുരക്ഷിതത്വവും, മറുവശത്ത് ഷിപ്പ് ആൻഡ് ദ ഡെത്ത്, കപ്പലും മരണവും. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന ചിന്ത, ഇസ് ലൈഫ് ഓർ ദി അതേഴ്സ്, എൻ്റെ ജീവനോ അതോ മറ്റുള്ളവരുടെ ജീവനോ. അദ്ദേഹത്തിന്റെ ഇത് മഹത്തരമായ ചോയ്സ് ആയിരുന്നു. അങ്ങനെ മനുഷ്യരെ അവരിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു പ്രേരണയാൽ പ്രചോദിതമാകുന്ന സഹജ വാസന, എല്ലാ വെല്ലുവിളികളെയും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ആ സഹജമായ പ്രചോദനം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതെല്ലാവരിലും ഉണ്ടെന്ന് പറയാം. ആൻഡ് ഹി തോട്ട് ഓഫ് ഹിസ് കോമ്രേഡ്സ്. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ എന്ത് ചിന്തിച്ചു? തൻ്റെ വൃദ്ധമാതാപിതാക്കളുള്ള തൻ്റെ സഹപ്രവർത്തകനെ കുറിച്ച് ചിന്തിച്ചു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എൻഡ്. അതൊരു മഹത്തായ ലക്ഷ്യമായിരുന്നു, ആ നിറവേറപ്പെടേണ്ട ലക്ഷ്യം. ഐ വണ്ടർ വെദർ യു ഓർ ഐ വുഡ് ബി കേപ്പബിൾ ഓഫ് ഇറ്റ്. നിങ്ങൾക്കോ എനിക്കോ അതിന് കഴിയുമോ എന്ന് ഞാൻ അതിശയിക്കുകയാണ്. ഐ വുഡ് ഗിവ് മച്ച് ടു ഫീൽ ദാറ്റ് ഐ കുഡ് ആൻസർ ഇൻ ദ അഫർമേറ്റീവ്. എനിക്ക് പോസിറ്റീവായ അതെ എനിക്ക് കഴിയുമെന്ന് അഫർമേറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് ഞാൻ പലപ്പോഴും കരുതുന്നു. അതിനുള്ള ക്വാളിറ്റി എന്നിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. That I could take my stand on the spiritual plane of that unknown sailor. ആ അൺനോൺ സെയിലറുടെ, പേരറിയാത്ത നാവികന്റെ ആത്മീയ തലത്തിലേക്ക് ഉയരാൻ എനിക്ക് കഴിയുമെന്ന് ഞാനും കരുതുന്നു. അത് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് എന്ന് പറയുക. ഇത്രയുമാണ് ഉപന്യാസം. ഇത് നമ്മുടെ AG ഗാർഡിനറുടെ ഓൺ കറേജ് എന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉപന്യാസത്തിന്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം ഇതിനു മുമ്പത്തെ വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.